ആരുടെ മുന്നിലും കൈനീട്ടാതെ ആ മക്കളെ അന്തസ്സോടുകൂടി കെട്ടിച്ചു വിടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പെമ്മക്കളെ പിടിച്ചിരുത്തിയിട്ട് സൂറത്തുൽ വാഖിയ പഠിപ്പിക്കുക, സൂറത്തുൽ വാഖിയ ഓതാൻ പഠിപ്പിക്ക്. എന്നിട്ട് പറയണം, ബാപ്പാ നിർബന്ധമായിട്ടും മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഈ വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിയ ഓതിയിരിക്കണം, നിർബന്ധമായിട്ടും ഓതിയിരിക്കണം. അങ്ങനെ നീ ഓതിപ്പിക്കുന്ന ഒരു വാപ്പയായാൽ നിനക്ക് ടെൻഷൻ വേണ്ട, നിനക്ക് പേടി വേണ്ട. ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടേണ്ട ഗതി അല്ലാഹു വരുത്തൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖുർആൻ കരയുകയാ. എവിടെ ഇരുന്നറിയുവോ? നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ. നിന്റെ വീടിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ കരഞ്ഞാൽ ആ വീടിന്റെ അകത്ത് സമാധാനമുണ്ടാകുമോ? ആ വീടിനകത്ത് സന്തോഷമുണ്ടാകുമോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നീ ഖുർആനിന്റെ ആയത്തുകൾ ഇത്രയും ഞാൻ പറഞ്ഞു തന്നാൽ ഇവിടെ ഇറങ്ങി പോകുമ്പോ സർവ്വതും തീർന്നല്ലോ. പടച്ചവനെ, ഇത്രയും നേരം പറഞ്ഞതൊന്നും ഓർമ്മയില്ലല്ലോ. നാളെ പരലോകത്ത് കടന്നു വരുമ്പോ ഈ ദുനിയാവില് നിനക്ക് ഇടുക്കമുള്ള ജീവിതമാണ്, ഈ ദുനിയാവ് നിനക്ക് നഷ്ടപ്പെടുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ ഖുർആൻ പറയുകയാണ്, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നാളെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നിനക്ക് കണ്ണ് കാണുന്നില്ല, നിനക്ക് കണ്ണ് കേൾക്കൂല, നിനക്ക് കണ്ണ് കാണൂല. പഠിച്ചവരെ, അന്ധയായി കണ്ണ് കാണാത്തവളെ പോലെ, ചെവി കേൾക്കാത്തവരെ പോലെ നീ നാളെ പരലോകത്തെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നീ അല്ലാഹുവേ വിളിച്ചു പറയുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ. എനിക്ക് ചെവി കേൾക്കുമായിരുന്നല്ലോ അല്ലാ, ദുനിയാവിൽ ജീവിക്കുമ്പോ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ അല്ലാ, ഇന്നെന്റെ കണ്ണ് കാണുന്നില്ലല്ലോ. ആ സമയത്ത് പറയുകയാ, കാലകദാലിക കാലകദാലിക അതതുക ആയാതുനാ വനസീതഹാ. പടച്ചവനെ, മറന്നു കളഞ്ഞല്ലോ. പലതും പറഞ്ഞിട്ട് ഉസ്താദന്മാര് പറഞ്ഞു തന്നപ്പോ കേൾക്കാത്തവരെ പോലെ, അന്ധയെ പോലെ നീ നടിച്ച് നടന്നവനല്ലേ. അല്ലാഹു അവിടെയും നിന്നെ അങ്ങനെയാക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ ആദരിക്കണേ, ബഹുമാനിക്കണേ, അതിന് നൽകേണ്ട സ്ഥാനങ്ങൾ നിങ്ങൾ നൽകണേ. അല്ലെങ്കിൽ പടച്ചവരെ, അല്ലാഹു നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയാ. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും അല്ലാഹു ഞെരുക്കി കളയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഏഴാമത്തെ ശിക്ഷ എന്താ? പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഏഴാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അതാ ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم ومن أيمانهم وعن شمائلهم ولا تجدوا أكثرهم شاكرين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്ന മനുഷ്യ, നിന്നെ അല്ലാഹു പിശാചിന്റെ കൂട്ടുകാരനാക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
പിശാചിന്റെ കൂടെ അങ്ങ് എഴുതി തള്ളുകയാ. അല്ലാഹു ശപിക്കപ്പെട്ടവര് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ അല്ലാഹു ശപിച്ചതുപോലെ അല്ലാഹു നിന്നെ അങ്ങ് എഴുതി തള്ളുകയാണ്. പടച്ചവൻ നിന്നെ കൈവിടുകയാ. അല്ലാഹു നിന്നെ ഇബ്ലീസിന്റെ കൂട്ടത്തിൽ പെടുത്തുകയാ. പടച്ചറപ്പ് നിന്നെ ഇബ്ലീസിന്റെ കൂട്ടുകാരനാക്കുകയാ. പിന്നെ രക്ഷപ്പെടുമോ? പിന്നെ രക്ഷപ്പെടുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ നിസാരമാക്കരുത്. ഇബ്ലീസ് നിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇബ്ലീസാണ് നിന്റെ ഏറ്റവും വലിയ ശത്രുവെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കി കളഞ്ഞ അല്ലാഹു നിന്നെയും അവന്റെ കൂടെ എഴുതി തള്ളും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശൈത്താൻ അല്ലാഹു എഴുതി തള്ളിയില്ലേ? ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അല്ലാഹ് ഞാനാണ് ആദമിനെക്കാളും വലിയവനെന്ന് പറഞ്ഞപ്പോ അല്ലാഹു അവനെ എഴുതി തള്ളിയതുപോലെ നിന്നെയും അല്ലാഹു തള്ളിക്കളയും അവന്റെ കൂട്ടത്തിൽ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു ആ പിശാചിന്റെ ചതിയിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മളിപ്പോഴും മജ്ലിസുൻ നൂർ, ഇന്നിവിടെ മജ്ലിസുൻ നൂർ നമ്മൾക്ക് ദാഹം ഔത്തത് കൂട്ടിയിടും. പിന്നെന്താ പറട ചങ്ങായി? ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരല്ല ഈനവൻ അട്ടുവാൻ ബദിരീങ്ങളാൽ തുണറപ്പന. സഹോദരങ്ങൾ, ആ ശപിക്കപ്പെട്ടവന്റെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എഴുതിക്കളയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധമായി നമ്മുടെ വീട്ടിലും നമ്മുടെ ശരീരത്തിലും പിശാച് കയറിയിരിക്കുക. നമ്മുടെ ശരീരത്തിലും നമ്മുടെ വീടിന്റെ അകത്തും ഇബ്ലീസും മക്കളും നമ്മുടെ വീടിനകത്തും നമ്മുടെ ശരീരത്തിലും കയറിയിരിക്കുന്നുണ്ട്. അവരെ ഇറക്കി വിടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവരെ ഇറക്കി വിടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വിടണ്ടേ? ഇറക്കി വിടണോ? ഇറക്കി വിടണോ? എങ്ങനെ ഉസ്താദേ? ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും ചങ്കല്ലേ? ഞാനും ശൈത്താനും തമ്മിൽ അത്രയും വലിയ ബന്ധമാണ്. എങ്ങനെ? ചിലര് കണ്ടില്ലേ, ഹജ്ജിന് പോകുമ്പോ ജംറയിൽ പോയി കല്ലെറിയണം. ഹജ്ജിന് പോയി ജംറയിൽ പോയി ചിലര് കല്ലെറിയുമ്പോ ഇബ്ലീസ് തന്നെ ചോദിക്കാളിയ നമ്മൾ തമ്മിൽ ഇത് വേണോ? നീ എന്നെ എറിയുന്നോടാ, കാരണം രണ്ടെണ്ണം അങ്ങനെ. ഇബ്ലീസുമായിട്ട് ചിലർക്ക് വല്ലാത്തൊരു ബന്ധമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ ശരീരത്തും നമ്മുടെ വീടിനകത്തും കൂടിയിരിക്കുന്ന ഇബ്ലീസിനെ നമുക്ക് ഇറക്കി വിടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വിടണ്ടേ? ഇറക്കി വിടണോ? മന്ത്രവാദം ഒന്നും ചെയ്യണ്ട, പേടിക്കണ്ട, പൈസ ചെലവൊന്നുമില്ല. ഇബ്ലീസിനെ വീട്ടിന്റെ അകത്ത് നിന്ന് ഇറക്കി വിടണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇറക്കി വിടാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വിടാൻ ആഗ്രഹമുണ്ടോ? ഇറക്കി വിടാൻ ആഗ്രഹമുണ്ടോ? ഒന്ന് കൈപൊക്കി. ശരി, ബക്കറ്റ് എടുക്ക്. ആദ്യം നീ ഇവിടെ നോക്കട്ടെ, നീ പറ്റുമോന്ന്. ഓസിന് കിട്ടിയിട്ട് കാര്യമില്ല. ആ പൊക്കിയ കൈ നീ പോക്കറ്റിൽ ഇടുമ്പോ 70 ശൈത്താൻ കയ്യെ പിടിക്കും. 1 രൂപ കൊടുക്കണമെങ്കിൽ 70 ശൈത്താന്മാര് നിന്റെ കയ്യെ പിടിച്ചിട്ട് പറയും, കൊടുക്കരുത്, കൊടുക്കരുത്, കടം വരും, ദാരിദ്ര്യം വരും, മക്കളെ കിട്ടിക്കണം, കച്ചവടമൊക്കെ കൊറോണയുടെ ലോക്ക്ഡൌൺ വരാൻ പോകുന്നു, പ്രയാസമാ, കൊടുക്കരുതെന്ന് പറഞ്ഞ് 70 എണ്ണം കയ്യെ പിടിക്കും. 70 എണ്ണത്തിന് തള്ളി താഴെ ഇട്ടിട്ട് 1 രൂപ സദഖ കൊടുക്കാൻ പറ്റൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് പടച്ചവനെ, ഇന്ന് അവനെ പരാജയപ്പെടുത്തിയ മരിക്കുന്ന സമയത്ത് നമുക്ക് പരാജയപ്പെടുത്താം. ഇന്ന് ഈ ബക്കറ്റുമായിട്ട് ഇവരാരും വീട് വെക്കാനോ പുട്ടടിക്കാനോ അല്ല, പാപങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാ ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു നല്ല സദഖ ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. എല്ലാരും ഉള്ളവരും ഇല്ലാത്തവരോട് പോക്കറ്റ് കൈയിടോ. എല്ലാരും ഇട്ടോ. ഉണ്ടോ ഇല്ലേ എന്നല്ല, ചുമ്മാതെ ഒന്ന് പോക്കറ്റ് കൈയിട്ടോ. ഇട്ടതിന്റെ പ്രതിഫലമെങ്കിലും കിട്ടും. ആ പോക്കറ്റ് നീ കൈയിട്ടല്ല ഒരു നന്മ കേട്ടപ്പോ പടച്ചവനെ ഉണ്ടോന്ന് നോക്കിയ പ്രതിഫലം നിനക്ക് കിട്ടും. കൈകെട്ടി ഇരിക്കരുത്. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ആ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഇവൻ ഉണ്ടായിട്ട് കൊടുത്തില്ല അല്ലാ, നീ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ, 8ന്റെ പണി കിട്ടും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ബക്കറ്റുമായി ഇതിന്റെ മുന്നിൽ വരുമ്പോ തലയുടെ മുകളിൽ ഒരു മലക്ക് കാത്തു നിൽക്കും. ഇതിനകത്ത് നീ എന്തെങ്കിലും ഇട്ടാ ആ മലക്ക് ദുആ ചെയ്യും, നീ ഇവന് വാരി കോരി കൊടുക്കണേ അല്ലാ. നീ കൊടുത്തില്ലെങ്കിൽ മലക്ക് പറയും, ഇവൻ പിടിച്ചു വെച്ചതുപോലെ അല്ലാ നീയും അങ്ങ് പിടിച്ചു വെക്കണം. ഗൾഫിനുള്ള വരവങ്ങ് നിൽക്കും, കടയിൽ നിന്നുള്ള ലാഭം അങ്ങ് നിൽക്കും. എന്തിനാ വെറുതെ പണി വാങ്ങണേ? എല്ലാരും ഒരു സദഖ എടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ
മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം റഹ്മത്തുറഹീമായ അല്ലാഹ് കരുണക്കടലായ അല്ലാഹ് കാരുണ്യമാനായ അല്ലാഹ് ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ് അവരുടെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിക്കുന്ന അവസ്ഥ നീ ഇവർക്ക് കൊടുക്കല്ലേ അല്ലാഹ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്തതൊന്നുമില്ലല്ലോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇബ്ലീസിനെ നിന്റെ വീടിനകത്ത് നിന്ന് ഇറക്കി വിടണോ നിന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന പൈശാചിയ ഇബ്ലീസിനെ പിശാചിനെ നിനക്ക് ഇറക്കി വിടണോ അതിന് അല്ലാഹുവിന്റെ ഖുർആൻ ഒരു വഴി പറഞ്ഞു തരിക അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴി പറഞ്ഞു തരികയാണ് നിങ്ങളെ വഅദ കഴിയുന്നതിന് മുമ്പ് ഈ സദസ്സിൽ നിന്ന് കൊണ്ട് ഓതിയിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പിരിയാൻ എല്ലാവരും വഅദ കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് വാതിൽ തുറക്കുമ്പോ ഈ പറയുന്ന ആയത്ത് നിങ്ങൾക്കും ഓതാൻ പറ്റുമോ ഈ പറയുന്ന ഒരായത്ത് നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ ഈ ആയത്ത് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ നിന്ന് ഓതിക്കഴിഞ്ഞാൽ ആ വീടിനകത്തിരുന്ന ഇബ്ലീസ് ചാടുകയാണ് അവിടെ നിന്ന് വിളിക്കുകയാ മക്കളെ വിളിക്കുകയാണ് നിന്റെ വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബ്ലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയുകയാ ഇന്ന് നമുക്കിവിടെ കിടക്കാൻ പറ്റൂല ഇന്ന് നമുക്കിവിടെ കിടക്കാൻ പറ്റൂല ഇന്ന് നമ്മൾ ഈ വീടിന്റെ പുറത്താ ഇബ്ലീസ് തന്റെ മക്കളെയും വിളിച്ചുകൊണ്ട് ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ആയത്ത് ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം ഇന്ന് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഇത് ഓതിയ ഇബ്ലീസ് മക്കളെ വിളിച്ചിട്ട് പറയും സ്ഥലം വിട്ടോളാൻ എല്ലാം ഇറങ്ങി പോകും അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് ഓതുവോ വീട്ടിൽ പോയിട്ട് പിന്നെ ഓതാം ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഇറങ്ങട്ടെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ ആദ്യം ഇവിടെ ഇരുന്നിട്ട് ഓതണം ഏതായത്ത് പറചങ്ങാതി ഏതായത്ത് സമയം എന്തായി വാച്ചി 10:50 അൽഹംദുലില്ലാഹ് വാച്ചി നോക്കുമ്പോഴേ മനസ്സിലാകുന്നുണ്ട് 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞതാ ഈ ചങ്ങാതി ചവിട്ടാനുള്ള പരിപാടി ഒന്നും കാണുന്നില്ല ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തിയേക്കാം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ ഒരായത്ത് ഞാൻ പഠിപ്പിച്ചു തരാം ഓതുവോ ഉറക്കെ പറ ഇൻഷാ അല്ലാഹ് ഏതായത്ത് ആയത്തുൽ കുർസി ഏതായത്ത് ആയത്തുൽ കുർസി ഓതാനറിയോ ഒന്ന് ഓദിക്കേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഇൻഷാ ഓദിയോ ഇറങ്ങിപ്പോയോ കോട്ടുവായിട്ടായിരുന്നു ഇറങ്ങി ഓടി അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് ഈ ആയത്ത് അങ്ങോട്ട് ഓതുമ്പോ ഇബ്ലീസ് വിളിക്കും ചാടി എഴുന്നേക്ക് പോയേക്ക ഇന്ന് ഇവിടെ പറ്റത്തില്ല ഇന്ന് ഈ വീടിനകത്ത് ഉറങ്ങാൻ പറ്റത്തില്ല മക്കളെ എഴുന്നേക്ക് അങ്ങനെ എല്ലാത്തിനെയും വിളിച്ചുണർത്തിയിട്ട് വീടിന്റെ മുകളിൽ കയറും അപ്പൊ ഇബ്ലീസ് പറയും ഒന്ന് നിൽക്ക് എന്തായാലും ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല വേറെ വീട്ടിൽ പോകണം ഒന്ന് നിക്ക് തിന്നാൻ വല്ലതും കിട്ടുമോ നോക്കാം കഴിക്കാൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കാം അപ്പൊ നിങ്ങൾ വീടിനകത്ത് കയറി ബിസ്മി പറയാതെ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ച ഇബ്ലീസ് പറയും വാ കുടിക്കോ ഇന്ന് ഭക്ഷണമുണ്ട് കേട്ടാ ഉറങ്ങാൻ പറ്റൂല ഭക്ഷണമുണ്ട് തിന്നോളെ നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്ന സമയം ബിസ്മി പറഞ്ഞ ശൈത്താൻ മക്കളോട് പറയും ഇന്ന് ഒന്നുമില്ല കാനായും ഇല്ല ഒന്നുമില്ല പൊക്കോടാൻ അല്ലാഹു ഇറക്കി വിടും ഇറങ്ങിപ്പോകും അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇബ്ലീസിന്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഖുർആൻ എന്ത് നിങ്ങൾ ഓതാത്തെ ഈ സൗദിയിലൊക്കെ മക്കത്തും മദീനത്തുമൊക്കെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീഡിയോകൾ നിസ്കാരത്തിൽ ഓതുന്ന വീഡിയോകൾ മൊബൈലുകളിൽ ഉണ്ടല്ലോ എന്തേ ഒന്ന് കേട്ടു നോക്ക് കരയുന്ന കരച്ചിൽ കണ്ടിട്ടുണ്ടോ
എന്റെ പൊന്നാര സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് എന്തേ നീ കരയാത്തെ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖുർആൻ ഓതിയാ കരയണം, ഖുർആൻ ഓതിയിട്ട് കരയണം. ഇന്ന് വരെ ജീവിതത്തിൽ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? സീരിയൽ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട് ഉസ്താദേ. അടുത്ത് ഞാൻ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അപ്പുറത്തെ സീറ്റിൽ ഇരുന്നിട്ട് ഒരു താത്ത കരയുന്നുണ്ട്, മൂക്കൊക്കെ ഇങ്ങനെ പിഴിയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു, പടച്ചോനെ ആരെങ്കിലും മരിച്ചോ അല്ലെങ്കിൽ വയ്യാതായിട്ടുണ്ടാകും, അതുകൊണ്ടാ കരയണേ. ഒന്നും പിടികിട്ടണില്ല. പക്ഷെ ഇറങ്ങുന്ന സമയത്ത് മനസ്സിലായി ഇത് സീരിയൽ കണ്ടിട്ട് കരയാ. ആലോചിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് കരയ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു അവസരമുണ്ട്. എഴുന്നേറ്റ് പോകേണ്ടവര് പോകട്ടെ, ധൃതിയുള്ളവരൊക്കെ പോകട്ടെ, അല്ലാതെ എല്ലാവരും എഴുന്നേറ്റ് പോകേണ്ടവര് പോകട്ടെ. എഴുന്നേക്ക്. ഇടയ്ക്ക് പോകുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ റാഹത്തല്ലേ. ഇനി കസേര വന്ന് നീട്ടി ഫ്രണ്ടിലോട്ട് കയറട്ടെ. അത്യാവശ്യമുള്ളവർ അങ്ങ് പൊക്കോളൂ. ആ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങോട്ട് കയറുക. നീ എന്താ പോകേണ്ടവര് പോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വാ, കയറി. ചങ്ങായി ഈ മൈക്ക് താഴ്ത്തി വെച്ച് തരുമോ? ഞാൻ ഇരുന്നോട്ടെ. 2-3 ഉറക്കമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് തല കറങ്ങാനുണ്ട്. ഇരുന്നോട്ടെ, ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങോട്ട് വാ, ഓടി വാ, നീയും വാ. ഇങ്ങോട്ട് കയറിക്കോ. കുറ്റിയിലടിച്ച് വീടരുത്, ഇങ്ങോട്ട് കയറിക്കോ. അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് ആ ചിങ്ങക്കണ ചങ്ങായിമാരൊക്കെ എല്ലാവരും പെട്ടെന്ന് ഒരു 3 സ്വലാത്ത് പോകേണ്ടതൊക്കെ പോകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് ആ നിക്കണ ചങ്ങാതിമാരൊക്കെ ഒന്ന് കയറിക്ക. ആ തടിച്ചിട്ട് അവന്റെ പേരെന്താ? സർവർ അങ്ങനൊരു സാധനം ഉണ്ടല്ലോ. സർവർ എന്ന പേരുള്ളൊരു സാധനം ഇല്ലേ? എന്താ കമ്പ്യൂട്ടറിലും കണ്ടില്ലടാ? എന്തോ ഇല്ലേ? എന്തിനാ കമ്പ്യൂട്ടറില? സർവർ എന്താ? നീ ഇങ്ങനെ കറങ്ങി നടക്കുന്ന. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സാധാരണ ഒരു വയതിന് പോയ സ്റ്റേജിൽ സ്ഥലം കിട്ടില്ല. ഇവിടെ ആരുമില്ല, മലക്കുകൾ മാത്രമേ ഉള്ളൂ. ആ സ്വാഗതം പറഞ്ഞ അങ്ങാതി എന്ത്? ഓൻ കഴിക്കാൻ വയ്ക്കാൻ തങ്ങൾ വരത്തില്ല. അപ്പൊ ഇന്നത്തെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഖുർആൻ ഓതുമ്പോ കരയണം. കരഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? നമുക്ക് ആരെങ്കിലും വരുമോ? ഈ പറയണ ഞാൻ പോലും കരയാറില്ല. നമ്മൾ ആരെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ കരയാറുണ്ടോ? കരയാറില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കയറി വന്നു. സഹാബത്തിന്റെ ഇടയിൽ കയറി വന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, സൂറത്തു തകാസുർ ഓത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സഹാബിയോട് പറഞ്ഞു, സൂറത്തു തകാസുർ ഓത്. സഹാബി അങ്ങോട്ട് ഓതാൻ തുടങ്ങി. മുത്തുനബി കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയാൻ തുടങ്ങി. സഹാബികൾ മുഴുവൻ ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കാം. മുത്തുനബി ഇരുന്ന് കരഞ്ഞു. ഓതി അങ്ങോട്ട് തീർന്നപ്പോ ചോദിച്ചു, നിങ്ങൾ ആരും കരയാത്ത എന്താ? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല. ഒന്നുകൂടെ ഓതു. സ്വഹാബി അവിടെ നിന്ന് രണ്ടാമത് മോദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. കരയുന്നത് കണ്ടപ്പോ ചില സഹാബികൾ കൂടെ കരഞ്ഞു. ഓതി കഴിഞ്ഞപ്പോ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ എന്താ കരയാത്തത്? കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അഭിനയിക്കുക. നിങ്ങൾ കരയണ്ട, കരയുന്നവരെ പോലെ നിങ്ങൾ അഭിനയിക്കുക. മൂന്നാമത് മോദി. സ്വഹാബത്ത് ഓതി, മുത്തുനബി ഓതി. അല്ലാഹുവിന്റെ റസൂലും കൂടെ ഇരുന്നവർ കരയേണ്ടവർ കരഞ്ഞു, അല്ലാത്തവർ അഭിനയിച്ചു. പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഓതുമ്പോ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിച്ചാൽ മതി. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുമോ? ഒന്ന് അഭിനയിക്കാനെങ്കിലും പറ്റുമോ? കരയണ്ട. ഒന്ന് കരയുന്നവരെ പോലെ നിങ്ങൾ ഒന്ന് അഭിനയിക്കുക. അഭിനയിച്ചാൽ അല്ലാഹു നിന്റെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. കരയൂ, അഭിനയിക്കുവോ?
കരയണമെന്ന് ഞാൻ പറയൂല, അതിന് നമ്മളെ കൊണ്ട് പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന്റെ യോഗം വേണം. അള്ളാഹുവെ, ലോകത്ത് ആദ്യമായിട്ട് ഒരു സ്വഹാബിക്ക് അറ്റാക്ക് വന്ന് മരിച്ചു. ഒരു സ്വഹാബി ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു. എങ്ങനാ മരിച്ചേ? എന്ത് ചെയ്തിട്ടാ മരിച്ചത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാസുർ ഓതുന്ന കേട്ടപ്പോഴാ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചേ. നമ്മളോ മട്ടൻ മന്തിയും ആ മന്തിയും ഈ മന്തിയും തിന്നിട്ട് കൊഴുപ്പ് കൂടിയിട്ട് നമ്മൾ മരിക്കും. നമുക്ക് അറ്റാക്ക് വരും തിന്നിട്ട്. നമ്മൾ കഴിച്ചിട്ട് അവസാനം നമുക്ക് അറ്റാക്ക് വന്ന് മരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു തകാസുർ, അൽഹാകുമുത് തകാസുർ. ഏത് നന്നാകാത്തവനും നന്നാകും, ഏത് തലതിരിഞ്ഞവനും നന്നാകും. ഈ സൂറത്ത് ഓതിയാ മതി. അവന്റെ തലയിൽ ഓതിയിട്ട് ഊത്. ഉസ്താദേ, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. അവനെ പിടിച്ചിരുത്തിയിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് അവന്റെ തലയുടെ നെറ്റിയിൽ ഊതിക്കൊടു, അവൻ നന്നാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു തകാസുർ ഓത് സഹോദര. എന്തേ കരയും? നമ്മൾക്ക് എന്തേ പറ്റാത്തെ? നമ്മൾ ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ കരയാറുണ്ടോ? കരയാറില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കയറി വന്നു. സഹാബത്തിന്റെ ഇടയിൽ കയറി വന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, സൂറത്തു തകാസുർ ഓത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സഹാബിയോട് പറഞ്ഞു, സൂറത്തു തകാസുർ ഓത്. സഹാബി അങ്ങോട്ട് ഓതാൻ തുടങ്ങി. മുത്തുനബി കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയാൻ തുടങ്ങി. സഹാബികൾ മുഴുവൻ ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കാം. മുത്തുനബി ഇരുന്ന് കരഞ്ഞു. ഓതി അങ്ങോട്ട് തീർന്നപ്പോ ചോദിച്ചു, നിങ്ങൾ ആരും കരയാത്ത എന്താ? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല. ഒന്നുകൂടെ ഓതു. സ്വഹാബി അവിടെ നിന്ന് രണ്ടാമത് മോദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. കരയുന്നത് കണ്ടപ്പോ ചില സഹാബികൾ കൂടെ കരഞ്ഞു. ഓതി കഴിഞ്ഞപ്പോ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ എന്താ കരയാത്തത്? കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അഭിനയിക്കുക. നിങ്ങൾ കരയണ്ട, കരയുന്നവരെ പോലെ നിങ്ങൾ അഭിനയിക്കുക. മൂന്നാമത് മോദി. സ്വഹാബത്ത് ഓതി, മുത്തുനബി ഓതി. അള്ളാന്റെ റസൂലും കൂടെ ഇരുന്നവർ കരയേണ്ടവർ കരഞ്ഞു, അല്ലാത്തവർ അഭിനയിച്ചു. പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഓതുമ്പോ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിച്ചാൽ മതി. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുമോ? ഒന്ന് അഭിനയിക്കാനെങ്കിലും പറ്റുമോ? കരയണ്ട. ഒന്ന് കരയുന്നവരെ പോലെ നിങ്ങൾ ഒന്ന് അഭിനയിക്കുക. അഭിനയിച്ചാൽ അള്ളാഹു നിന്റെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കരയൂ. അഭിനയിക്കോ? കരയണമെന്ന് ഞാൻ പറയൂല, അതിന് നമ്മളെ കൊണ്ട് പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന്റെ യോഗം വേണം. അള്ളാഹുവെ, ലോകത്ത് ആദ്യമായിട്ട് ഒരു സ്വഹാബിക്ക് അറ്റാക്ക് വന്ന് മരിച്ചു. ഒരു സ്വഹാബി ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു. എങ്ങനാ മരിച്ചേ? എന്ത് ചെയ്തിട്ടാ മരിച്ചത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാസുർ ഓതുന്ന കേട്ടപ്പോഴാ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചേ. നമ്മളോ മട്ടൻ മന്തിയും ആ മന്തിയും ഈ മന്തിയും തിന്നിട്ട് കൊഴുപ്പ് കൂടിയിട്ട് നമ്മൾ മരിക്കും. നമുക്ക് അറ്റാക്ക് വരും തിന്നിട്ട്. നമ്മൾ കഴിച്ചിട്ട് അവസാനം നമുക്ക് അറ്റാക്ക് വന്ന് മരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു തകാസുർ, അൽഹാകുമുത് തകാസുർ. ഏത് നന്നാകാത്തവനും നന്നാകും, ഏത് തലതിരിഞ്ഞവനും നന്നാകും. ഈ സൂറത്ത് ഓതിയാ മതി. അവന്റെ തലയിൽ ഓതിയിട്ട് ഊത്. ഉസ്താദേ, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. അവനെ പിടിച്ചിരുത്തിയിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് അവന്റെ തലയുടെ നെറ്റിയിൽ ഊതിക്കൊടു, അവൻ നന്നാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു തകാസുർ ഓത് സഹോദര. എന്തേ കരയും? നമ്മൾക്ക് എന്തേ പറ്റാത്തെ? എന്റെ പ്രിയപ്പെട്ടവരെ, അബൂദർ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുന്ന സമയം തന്റെ ഭാര്യയെയും മക്കളെയും അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, കഫൻ തുണി വാങ്ങാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. എന്നാൽ ഒരു തുണിയെടുത്ത് പൊതിയാമെന്ന് വെച്ചാൽ കീറാത്ത ഒരു തുണിയും ഈ വീടിനകത്തില്ല. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട. അപ്പോഴും ആ സ്വഹാബി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വെള്ള തുണി വെച്ച് പൊതിഞ്ഞിട്ട് റോഡിൽ കൊണ്ടുപോയി വെക്കണം, വഴിയിൽ കൊണ്ടുപോയി വെക്കണം. കാരണം ആ സ്വഹാബിയുടെ വീടിന്റെ അടുക്ക് വേറെ ആരുടെയും വീടില്ല, ഒറ്റയ്ക്കൊരു വീട്. നാട് കടത്തപ്പെട്ടതാണ് ഈ സ്വഹാബിയെ. എന്തിന്റെ പേരിൽ? പൈസ സൂക്ഷിക്കുന്നവന്മാരുടെ വീടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വഅദ് പറഞ്ഞതിന്റെ പേരിൽ.
കൊട്ടാരം പണിതവന്മാർ സമ്പാദ്യം കൂട്ടിവച്ചിരിക്കുന്നവരുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് പറയും, കൊടുക്കടാ പാവങ്ങൾക്ക്, ഇല്ലെങ്കിൽ നാളെ നിന്റെ കഴുത്തിൽ അല്ലാഹു പരലോകത്ത് വെച്ചത് തൂക്കിയിടും. ഇങ്ങനെ പരാതി കാരണം നാട് കടത്തപ്പെട്ട സ്വഹാബി. ഈ സ്വഹാബിയുടെ മയ്യത്ത് പറഞ്ഞു കൊടുത്തു, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് റോഡിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ വഴിയോരത്ത് കാത്തു നിൽക്കണം. ഉംറ കഴിഞ്ഞിട്ട് വരുന്നവരെ കണ്ടാ പറയണം കഫൻ തുണിയാണ്, ഈ കിടക്കുന്നത് സ്വഹാബിയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിയ, നിങ്ങളുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാ മതി. വാപ്പ പഠിപ്പിച്ചു കൊടുത്തു മക്കൾക്ക്. അബൂദർ റളിയല്ലാഹു തആല അവിടെ നിന്ന് മരണപ്പെട്ടു. മക്കള് കുളിപ്പിച്ചു. അവിടെ നിന്ന് ജനാസ ചുമന്നുകൊണ്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുവച്ചിട്ട് ഈ മക്കൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ഒരുപാട് കാത്തു നിന്നു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ ഒരു സംഘം ഉംറ കഴിഞ്ഞു വരികയാ. ആ സംഘത്തിന്റെ നേതാവ് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും ഉംറ കഴിഞ്ഞു വരികയാണ്. ഈ മക്കൾ ഇങ്ങനെ വഴിയോരത്ത് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഈ കിടക്കുന്നത് ഞങ്ങളുടെ വാപ്പയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയ. കഫൻ തുണി വാങ്ങാൻ പോലും പൈസയില്ല.